ഹായ് ഹലോ അനിയ ടാലൻറ്റ് വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് അയർലൻഡിലെ ഡബ്ലിനിലുള്ള നാഷണൽ മ്യൂസിയത്തിലാണെന്നുള്ളത്. നമ്മുടെ നാട്ടിലെല്ലാം ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഒരു മ്യൂസിയം ഉണ്ട്. ഇത് വളരെ പഴക്കം ചെന്ന ഒരു മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഈ മ്യൂസിയം കുറച്ച് പുതിയതാണെങ്കിലും ഇതിനകത്ത് വച്ചിരിക്കുന്ന നമ്മുടെ പഴയ കാലങ്ങളിൽ, അതായത് ബിഫോർ ക്രൈസ്റ്റും ആഫ്റ്റർ ക്രൈസ്റ്റും രണ്ട് സമയത്തുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള, ഇവൻ ഫ്ലോറൊക്കെ നോക്കിയാൽ അറിയാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോറിംഗ് ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ടൈൽസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഒരു റിസപ്ഷൻ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ അതിൻ്റെ എൻക്വയറി എല്ലാം ഉണ്ട്. പ്രധാന കവാടം ഇതാണ് ഒരു എൻട്രൻസിലോട്ട് കിടക്കുന്ന ഒരു പ്രധാന കവാടം ഇതാണ്. ഒരുപാട് വിസിറ്റേഴ്സ് അവിടെ ഉണ്ട്. എൻട്രി വളരെ ഫ്രീ ആണ്. ഡബ്ലിനിൽ തന്നെ ഉള്ള ഡബ്ലിൻ കിൽഡെയർ സ്ട്രീറ്റിലാണിത് വരുന്നത്. ഡബ്ലിൻ 2-ലാണിത് വരുന്നത്. ഒരുപാട് വിസിറ്റേഴ്സും മറ്റു ആൾക്കാരും ഒക്കെ എൻ്റെ ചുറ്റുവട്ടത്ത് നിന്ന് കാണുന്നുണ്ട്. ഒരു ഗുഹയാണ് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നൊരു ഗുഹ. അവർ ആർട്ടിഫിഷ്യലി ചെയ്തേക്കുന്നതാണ്. പണ്ട് കാലത്ത് യൂസ് ചെയ്തേക്കുന്ന ഒരു തോണിയാണെന്ന് തോന്നുന്നു. അത് ഒരു ഉടനിലുള്ളൊരു തോണിയാണത്. പിന്നെ ബ്രോൺസിലാണ് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം. ബ്രോൺസ് ഒക്കെ ആണ്. ബ്രോൺസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് അന്ന് യൂസ് ചെയ്തേക്കുന്ന ഓർണമെൻറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് തള, വള, മാലകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രോൺസ് ഓർണമെൻറ്റ്സ് ആണ്. ഇതെല്ലാം ഒറിജിനലാണ്. ബ്രോൺസിൻ്റെ ഉൽപ്പന്നം അതിന് കൊടുത്തേക്കുന്നത് BC 2500-ലാണ് ഇത് കൊടുത്തേക്കുന്നത്. ചെറിയ പന്നത്ത് യൂസ് ചെയ്യുന്ന മാലകൾ, ഇതൊക്കെ വളരെ നൈസാണ്. ബ്രോൺസാണ്. ഇതെല്ലാം അവർ എക്സ്കവേഷൻ ചെയ്ത് ആ കാലങ്ങളിൽ ഉള്ളത് എക്സ്കവേറ്റ് ചെയ്ത് എടുത്ത സാധനങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അത്രയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാംഗിൾസ് ഉണ്ട്. കാലുകളിൽ യൂസ് ചെയ്യുന്ന തള എന്ന് പറയുന്ന പേര്. ഈ മാലകളാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ബ്രോൺസാണ്. ഒറിജിനൽ സാധനങ്ങളാണ് എല്ലാം. ഒരു കാര്യവും ഡ്യൂപ്ലിക്കേറ്റ് അല്ല ചെയ്തേക്കുന്നത്. അന്നുള്ളത് തന്നെ അവർ ക്ലീൻ ചെയ്ത് വളരെ നീറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാം തന്നെ സ്റ്റോറീസും ബിഹൈൻഡ് ദ വാളിൽ കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓരോരോ ആഭരണങ്ങളാണ് ഇതെല്ലാം അന്ന് യൂസ് ചെയ്തിരുന്നത്. എല്ലാം ബ്രോൺസാണ്. സോ ഇത് നമ്മുടെ ഐറിഷ് ഗവൺമെൻറ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്ത്, അതായത് ഇതിനെ കീപ്പ് ചെയ്ത് വളരെ സേഫായിട്ട് സെക്യൂറായിട്ടൊരു ഏരിയയിൽ നമ്മുടെ സിറ്റി സെൻറ്ററിൽ തന്നെയാണ് ഇത് വച്ചേക്കുന്നത്. ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ അറിവ് നിങ്ങളോടുകൂടെ പകരുകയാണ്. എല്ലാവർക്കും അത് വിസിറ്റ് ചെയ്യാം. നല്ലൊരു അനുഭവമാണ് നിങ്ങൾക്കത് തരുന്നത്. ഒരുപാട് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരുപാട് സാധനങ്ങൾ അവർ അതുപോലെ തന്നെ അതിൻ്റെ ഒരു മഹിമ മാറാതെ പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഊന്നുവടിയാണ്. അന്നത്തെ രാജാക്കന്മാരോ അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാരെങ്കിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഊന്നുവടികളാണിത് ബ്രോൺസിലുള്ളത്. ഒരുപാട് ചെറിയ ചെറിയ കൊത്തുപണികൾ എന്നൊക്കെ കാണാൻ പറ്റും. ഇത് ആമാടപ്പെട്ടി ആയിരിക്കാം മേ ബി. പണ്ട് കാലത്ത് ഇവരുടെ രീതിയിലുള്ള ആമാടപ്പെട്ടിയും പണ്ടത്തെ ക്രൈസ്റ്റിൻ്റെ തന്നെ യൂസ് ചെയ്തേക്കുന്ന കുറേ കാര്യങ്ങൾ. ഇതെല്ലാം വളരെ ഫ്ലോറുകളിൽ നല്ലൊരു റൂമിലാണ് ഇതെല്ലാം അലങ്കരിച്ച്. ഗ്ലാസ്സിനകത്ത് ആൾക്കാർ ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് ഗ്ലാസ്, 4 ചുരുള്ള ഗ്ലാസ്സിനകത്താണ് ഇതെല്ലാം വന്നേക്കുന്നത്. അത് ആയുധ ശേഖരണമാണ് ഈ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഗ്രനേഡുകൾ, അതുപോലെ തന്നെ കുറച്ചധികം വാളുകൾ, വാള്, അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഐറ്റംസ് അല്ലാതെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പണ്ടത്തെ ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഊതുന്നൊരു സാധനം, അത് പടച്ചട്ട, അതുമായിട്ട് ബന്ധപ്പെട്ട കത്തി, കടാര, പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ചെരുപ്പുകളാണിതെല്ലാം. വുഡിലുള്ള ചെരുപ്പുകളുണ്ട്. നമ്മുടെ വുഡ്ലാൻഡൊക്കെ വന്നതുപോലെ മേ ബി ഇതിൽ നിന്നൊക്കെ ഉൽപ്പതിച്ചതായിരിക്കാം മേ ബി വുഡ്ലാൻഡൊക്കെ. ലെതറിൻ്റെ തന്നെയാണ്. അതായത് പല പല മൃഗങ്ങളുടെ ലെതറുകൾ യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ചെരുപ്പുകളായിരിക്കും അതെല്ലാം. പണ്ടത്തെ ഒരു ബോട്ടിനെ എനിക്ക് തോന്നുന്നു, ഇത് കണ്ടെനിക്ക് പഴയതൊന്നും തോന്നുന്നില്ല, ഇവരിപ്പോഴും മേ ബി ഉണ്ടാക്കിയതായിരിക്കാം ഒരു ലുക്കിന് വേണ്ടി. ഇത് വെളിയിലാണ് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ടൊരു പണ്ട് കാലത്ത് യൂസ് ചെയ്ത രീതിയിലുള്ള സാധനം കാണിക്കാൻ വെച്ചതായിരിക്കാം മേ ബി. ഇതെൻ്റെ 2nd ഫ്ലോറിൽ നിന്ന് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. എന്നാൽ നോക്കുക, അതിൻ്റെ ഒരു രസം നോക്കുക. എന്താ രസം അത് കാണാനായിട്ട് അവരത് ചെയ്തേക്കുന്നത്. ഇത് കണ്ട് ഞാൻ പേടിച്ചു പോയി. ഒരു ഒറിജിനലായിട്ടുള്ള ഒരാളുടെ ബോഡിയുടെ സ്കെൽറ്റൻസ് വളരെ കൃത്യമായി അവർ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു കണ്ണാടി കൂടിനകത്തിട്ട് വെച്ചേക്കുകയാണ് അതിനെ വളരെ കൃത്യമായിട്ട്. അപ്പോൾ ഇത് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന വാളുകളും എല്ലാം ഡസ്റ്റഡ് ആയിരുന്നു. അതിനെല്ലാവരും ക്ലീൻ ചെയ്ത് മാക്സിമം എത്രത്തോളം ക്ലീൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്ലീൻ ചെയ്ത് തന്നെ റെഡിയാക്കി എടുത്ത് ഗ്ലാസ്സിനകത്ത് വെച്ചേക്കുകയാണ്. സീഷോറിനടുത്തുള്ള പണ്ട് ആൾക്കാർ താമസിച്ചിരുന്നൊരു രീതിയാണ് അവരതൊരു ചെറിയ രൂപത്തിൽ അതിനെ കാണിച്ചേക്കുന്നത്. ചെറിയ വീടിൻ്റെ ആകൃതിയെല്ലാം മറ്റും കാണിച്ചിരിക്കുന്നു. വളരെ കൃത്യമായി തന്നെ അതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആണെങ്കിൽ തന്നെയും നമുക്ക് കണ്ടാൽ മടുക്കാത്ത ഒരുപാട് പുതിയ അറിവുകൾ കിട്ടുന്ന പഴയ കാലത്തെ ഒരു വീണയാണ്. ഇതിന് പറയുന്നൊരു പേര് ഹാർപ്പ് എന്നാണ് ഇത് പറയുന്ന പേര്. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്.
പടച്ചിട്ട ഒരു പടത്തലവനാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പണ്ട് കാലത്ത് യൂസ് ചെയ്തേക്കുന്ന ഒരു ഗ്രില്ലിലുള്ള ഐറ്റംസാണ് അതെല്ലാം ചെയ്തേക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പണ്ട് കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന രീതികളും അവരുടെ ജീവിത രീതിയും അവരുടെ ഡ്രസ്സിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഇത്രയും അടുത്ത് ഇങ്ങനൊരു സംഭവം ഉള്ളതിനെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ റീസെൻ്റായിട്ട് ഞാൻ റീല് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞതാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റുമെന്നും. അത് ഈ വ്ളോഗിൽ നിങ്ങളെ അറിയിക്കാമെങ്കിൽ ഒരുപാട് സന്തോഷം. താങ്ക്സ് ഫോർ സപ്പോർട്ട്. സൈനിങ് ഓഫ് അനീഷ്. താങ്ക് യു.